ഏറ്റവും ഹെവി സാധനം നമ്മൾ ഹലോ മച്ചന്മാരെ, കൊച്ചു ഫിഷിംഗ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും കേസ് മച്ചന്മാരെ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കിഡായിട്ടുള്ള ഒരു ഫിഷിങ്ങിന് വന്നതാണ്. അത് എവിടെ വെച്ചാൽ നമ്മൾ പെരുന്നാട് ജില്ലയിൽ മുക്കത്താണ് കേസ് നമ്മൾ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ മീനുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഒരു മച്ചാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ചെറുമീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കാസ്റ്റിങ്ങിലോട്ട് കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കാര്യം നമ്മുടെ ചില വേണ്ടി മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഓക്കെ, അവിടെ എല്ലാം നോക്കി നല്ല മുളഞ്ചില്ലിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഭാഗത്താണ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇനി നേരെ നമുക്ക് അങ്ങോട്ട് തന്നെ പോയേക്കാം. നമ്മൾ നേരെ സ്റ്റിക്കൊക്കെ എടുത്ത് നേരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ആറ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആറിൻ്റെ സൈഡിൽ കൂടെ റബ്ബർ തോട്ടമാണ് ഗൈസ്. അപ്പോൾ ഇതുവഴി നമ്മൾ നേരെ അങ്ങ് അപ്പുറം വരെ പോകണേ. അപ്പോൾ അവിടെ നമ്മൾ ചെറിയ കാസ്റ്റിങ്ങിലോട്ട് തന്നെ കിടക്കാം. അപ്പോൾ നേരെ അവിടെ ചെന്നിട്ട് ഇനി ബാക്കി വിശേഷം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ വെച്ചാൽ വരെ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന ഫ്രോഗ് ഈ ഒരു ചെറിയ ഫ്രോഗായിട്ട് നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരാലിനെ കിട്ടിയ നമുക്ക് ഇതിനകത്താണ്. അപ്പം നമ്മൾ വന്ന വഴിക്ക് അടിപൊളി ഒരു ചെറുമീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം കിട്ടില്ലെന്ന് അറിയത്തില്ല. കാസ്റ്റിങ്ങിലോട്ട് നടക്കാം. അപ്പം നമ്മൾ നേരെ നമ്മുടെ സ്റ്റിക്കും റീലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണേ. നമുക്ക് അതിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ വെച്ചാൽ വരെ നമ്മൾ നേരെ കുക്ക് സെറ്റാക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. വരെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കാസ്റ്റിങ്ങിലോട്ട് ഇറക്കാം കേട്ടോ. മീൻ വരുന്നതിനനുസരിച്ച് താറക്കാം. കണ്ടിട്ടില്ലേ എവിടെ പോയത്? നീ വരുന്നില്ല, ഇങ്ങനെ ഹൈറ്റിൽ കൂടെ വരുന്നു. സാറേ, നമ്മൾ വേറൊരു സ്പോട്ടിലോട്ട് വന്നിട്ടോ. നമ്മൾ വന്ന വഴിക്ക് നല്ല കിട്ടുന്നൊരു മീനെ കണ്ടു, പക്ഷേ കിട്ടുന്നില്ല. നമ്മളിവിടെ ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സ്ഥലം കാണിച്ചു തരാതെ. ഈ ഒരു ഭാഗത്ത് ഇടാൻ വേണ്ടി പോട്ടോ. നല്ലൊരു സ്ഥലമാണ്. അപ്പം ഇവിടെ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാവേ. അതൊന്നുമില്ല. എന്നെ അടുത്ത് വിട്. ഓ മൈ ഗോഡ് ഗൈസ്, ഏറ്റവും ചെറിയ ഇതിനെ പൊക്കി മാറ്റാം. വീഡിയോ എടുത്തോണേ ഗൈസ്. ജീവിതത്തിൽ അടിച്ച് ഗൈസ് കിട്ട് ക്യാമറ മറക്കല്ല കേട്ടോ. ഗൈസ്, അടിപൊളിയൊരു ചെറുമീൻ അടിച്ചിട്ടുണ്ടേ. സീനാവും. സാധനം എടുക്കട്ടെ. ഗൈസ്, നല്ല ക്ലിയർ ഉണ്ടോ? വെക്കണം ക്ലിയർ ഉണ്ടോ? അപ്പോൾ വരെ നമ്മൾ ഇട്ടേക്കുന്ന
ആദ്യത്തെ ഏറ്റൊരു ചെയ്യാൻ പറഞ്ഞു ഒരു ഏറ്റവും ഹെവി സാധനം നമ്മളടിച്ചു. അങ്ങനെ സീന് എൻ്റെ ഹുക്കപ്പം നല്ലപോലെ ഹുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ ഗൈസ്, ഒരിക്കലും ഊരിപ്പോല്ല കേട്ടോ, അമ്മാതിരി ഹുക്കപ്പായിരുന്നേ. എൻ്റെ ചൂണ്ട ചെയ്യുന്നു. എത്ര ഒരു 3 കിലോ ആണ്? ഇല്ല, 2.5 കിലോ ആണ്. എന്തിനാണ് ചവരെ നോക്കി വെച്ചവരെ അടിപൊളി ഏറ്റവും കിഡിലൊരു ചെറുമീൻ അടിച്ചിട്ടുണ്ടേ. അപ്പം കുറേ മച്ചാന്മാർ പറയുന്നുണ്ട് നമ്മൾ മീനെ അടിച്ച് കയറത്തില്ലെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു എങ്ങനെ പോയാലും ഒരു 2.5 കിലോയിലും വരുന്നൊരു അഡാറൊരു ചെറുമീനാണ് കേസ് അടിച്ച് കയറ്റിയേക്കുന്നത്. നോക്കി കേസ് അപ്പോൾ ഇതിൻ്റെ സൈസ് വെച്ച് കാണിച്ചു തരാനേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഓർക്കും സംഭവത്തിന് വലിയ ക്ലാരിറ്റി കാണത്തില്ല. നോക്കി കേസ് എൻ്റെ കൈയുടെ വലിപ്പം നോക്കൂ, എൻ്റെ മുട്ടിനേക്കാളും ഇച്ചിരി എൻ്റെ പാലും കൂടെ എൻ്റെ നെയിലും കൂടെ നോക്കുകയാണെങ്കിൽ എൻ്റെ മുട്ടിനേക്കാളും സെറ്റായിട്ടുള്ളൊരു ചെറുമീൻ കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലോ ഒന്നുകൂടെ പറ്റിപ്പിടിത്തരാം. നമ്മുടെ ഈ ഒരു ചെറിയൊരു ഫ്രോഗൽ അടിച്ച് കയറ്റിയേക്കുന്നത്. അപ്പോൾ സാധനം വളഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഒരു ചിമണ്ടനൊരു ചെറുമീൻ നമ്മൾ അടിച്ച് കയറ്റിയേക്കുന്നത് കേട്ടോ. ഇനി ഏതായാലും നമുക്ക് വീണ്ടും അടുത്ത കാശുകൊണ്ട് തുടങ്ങണം. അപ്പോൾ അടുത്ത മീനെ കിട്ടുവാണെങ്കിൽ അതുകൂടെ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഹെവി സ്ട്രൈക്ക് ആയിരുന്നു. എനിക്കും എൻ്റെ ജീവിതത്തിൽ വറക്കാൻ വരുത്തില്ല ആദ്യത്തെ കിടിലെ മീൻ. നെറ്റ വരാലെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അടിച്ച് കയറ്റുന്നതായിരുന്നു. പക്ഷേ ഇത് എൻ്റെ സ്റ്റിക്ക് വളച്ച് നല്ല രീതിക്ക് ഹാർഡ് വർക്ക് എടുത്ത ഒരു ഐറ്റം മുതൽ ചെറിയതല്ല നല്ല കിഡിലെ ഹെവി സാധനം അടിച്ച് കയറ്റിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കാശിലോട്ട് കിടക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളെന്തായാലും അടുത്ത കാസ്റ്റിങ്ങിലോട്ട് തുടങ്ങണേ. അപ്പോൾ നമുക്ക് കിട്ടിയ സ്പോട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്പോട്ട്. നമ്മൾ മുമ്പേ പറഞ്ഞു, നമ്മൾ വന്നപ്പം തന്നെ കിടിലൊരു മീനെ നമ്മൾ കണ്ടല്ലാണ്, ഒരു ചെറുമീനെ, അടിപൊളി ഒരു ചെറുമീനെ കണ്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കാസ്റ്റ് ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ കാണാൻ ചാൻസ് ഉണ്ട്, കാരണം ഇവിടെ നല്ല വെട്ടമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയത്. ഐറ്റത്തിനെ കിട്ടി. നമ്മൾ വീണ്ടും അടുത്ത കാസ്റ്റിങ്ങിലോട്ട് കിടക്കാൻ വേണ്ടി പോട്ടോ. നല്ല മീനിൻ്റെ ആക്ടിവിറ്റി ഒക്കെ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര എണ്ണത്തിനെ തൂക്കാൻ പറ്റും നോക്കാം. ഓക്കെ, അപ്പോൾ വെച്ചാൽ വരെ നമ്മൾ ജസ്റ്റ് അടുത്ത കാസ്റ്റിങ്ങിലോട്ട് തുടങ്ങണേ. ചുമ്മാ കയറി നമ്മൾ കാസ്റ്റ് ചെയ്തില്ല, കാരണം മീനിൻ്റെ ആക്ടിവിറ്റി കണ്ടിട്ട് മാത്രം നമ്മൾ കാസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ കിടക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ട്രൈ നോക്കാറേ. ഞാൻ ക്യാമറയ്ക്കകത്ത് നോക്കിയിരിക്കുന്നു. ഒരു വിട്ട് വിട്ടേക്കണം. അപ്പോൾ അതേമാരെ ഞങ്ങൾ വേറെ സ്പോട്ടിലോട്ട് വിട്ടോ. അവിടെ മീനിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് ഇടാൻ പാടില്ല. ഇത് ഫുള്ള് അതുകൊണ്ട് ഇവിടെയൊക്കെ ചൂണ്ടക്കാർ ഇടുന്നുണ്ട്. പക്ഷെ കാണിച്ചതേ നോക്കി ഇവിടെ വലയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നല്ല കൈച്ചൂണ്ടയൊക്കെ ഇടുന്നതാണ് ഇവിടെയൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെയാണെങ്കിൽ ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സ്പോട്ടിലോട്ടോ. അതടിച്ചാൽ കൂപ്പ് വളയും. അതടിച്ചാൽ കൂപ്പ് വളയും.
ഹലോ മച്ചാമാരെ, അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് ഗൈസ് നമ്മൾ ഫിഷിങ്ങിന് പോയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നലെ എന്താണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാഞ്ഞത്, കാരണം നമ്മൾ ഫിഷിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് 9 മണി 9:30 ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഫിഷിങ് വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയ മുതല നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു ചെറുമീനെയാണ് കിട്ടിയത്. അത് വന്ന വഴിക്കാൻ നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 500 രൂപയ്ക്കാണ് ഗൈസ് സംഭവത്തിന് നമ്മൾ വിറ്റിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കിഡായിട്ടുള്ള മീനെ വേണമെന്നുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ ഈ കാണുന്ന ഫോൺ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടിയായിട്ടുള്ള നല്ല പിടയ്ക്കുന്ന വരാലും വാഹയും ചെറുമീനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഗൈസ് മീനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും മീനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് അടുത്തൊരു ഒരു ഫിഷിംഗ് വീഡിയോ കാണാം. അതിന് മുന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യത്തെ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.